Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് ആണ് നമ്മുടെ തേൻ മിഠായി. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ തേൻ മിഠായി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഇഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊരു 3 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. 3 മണിക്കൂറിന് ശേഷം ഞാനിതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മളത് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റെഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ഏലക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് ഓയിൽ ഒരു പാനിൽ ചൂടാക്കാൻ വെച്ചിരുന്നു. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാ ബോൾസും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് നേരെ നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തെടുത്ത ഓരോ ബോൾസിനെയും നമ്മൾ കുറച്ച് ഷുഗർ എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി.
അപ്പോൾ നമ്മുടെ തേൻ മിഠായി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.